മുക്കി അടിക്കാമോ ഒന്ന് പറയണ്ട അങ്ങോട്ടോ. എന്റെ ജിംനാസ്റ്റിക് ഭഗവാനെ കഴിഞ്ഞിട്ടില്ല രാമ, ഒന്നുകൂടെ ഉണ്ട് ബാക്കി. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ നിനക്ക് കുരു കൊണ്ടുപോകൂടാ. അപ്പൊ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോ തൊട്ട് ഭയങ്കര മഴ, സംസാരിക്കുന്നതൊന്നും പുറത്ത് കേൾക്കാൻ വയ്യാത്തത് കൊണ്ട് തന്നെ പിന്നെ വോയിസ് കവർ ചെയ്യാന്ന് തീരുമാനിച്ചു. ഈ ജിമ്മിലെ കാര്യങ്ങളൊക്കെ ആകുമ്പോഴേ എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിൽ പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. അത് മാത്രമല്ല, ജിമ്മിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കും അല്ലെങ്കിൽ ഈ ജിമ്മിലൊക്കെ പോയിട്ട് അവിടെ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ അറിയാൻ ആഗ്രഹമുള്ളവർക്കും എല്ലാം ഞാൻ കാര്യങ്ങൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇന്ന് നമുക്ക് ലെഗ് ഡേ ആണ്, നമ്മുടെ കാലുകൾക്ക് വ്യായാമം കൊടുക്കുന്ന ദിവസം. അപ്പോൾ ജിമ്മിൽ പോകുന്നവർക്കറിയാം അല്പം ബുദ്ധിമുട്ടുള്ള ഒരു ദിവസമാണിത്. അപ്പോൾ ഇതാണ് നമ്മുടെ മൂത്താശാൻ, പേര് രഞ്ജിത്ത് എന്നാണ്. ഞാൻ മൂത്താശാനെ എന്നാണ് വിളിക്കുന്നത്, കാരണം മൂത്താശാനും വൈഫും കൂടിയാണ് ഈ ജിമ്മ് നടത്തുന്നത്. വൈഫിന്റെ പേര് നീതു എന്നാണ്. അപ്പോൾ അതിസാഹസികമായി വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നീതു ആശാൻ ആയതുകൊണ്ട് വീഡിയോയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ആശാനെയും കൂടി കൂട്ടാം. വർക്കൗട്ട് തുടങ്ങുന്നതിന് മുൻപ് നമുക്ക് വാം അപ്പ് ചെയ്യണം, നമ്മുടെ ശരീരമൊക്കെ ഒന്ന് ഉഷാറാക്കണമല്ലോ. കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് നമ്മൾ ഈ പരിപാടി തുടങ്ങിയതെങ്കിലും എല്ലാ ദിവസവും നമ്മൾ പുതുതായി വന്നാൽ എങ്ങനെയാണോ അതുപോലെയാണ് ആശാന്മാർ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത്. ഇതിപ്പോ എന്റെ കൂടെ ഉള്ളത് അർച്ചന ചേച്ചിയാണേ. ഈ മഞ്ഞ ടീഷർട്ട് ഇട്ടിരിക്കുന്നതാണ് അർച്ചന ചേച്ചി. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വർക്കൗട്ടുകളുടെ പേരും അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം. ബാർബൽ സ്ക്വാട്ട്, ലെഗ് പ്രസ്, ഫോർവേഡ് ലഞ്ചസ്, കാഫ്, ലെഗ് എക്സ്റ്റൻഷൻ. ഈ പേരൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലായവരും ഉണ്ടാകും, ഇല്ലാത്തവരും ഉണ്ടാകും. അപ്പൊ എന്തായാലും ഞാൻ ഇതൊക്കെ ചെയ്യുമ്പോൾ ഒന്നുകൂടി അതിന്റെ പേര് കൃത്യമായിട്ട് പറയാം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ റീൽസിലും മറ്റു വീഡിയോസിലും എല്ലാം ഇതുപോലെ ജിമ്മിലെ വർക്കൗട്ട് ചെയ്യുന്ന വീഡിയോസ് കാണുമ്പോഴേ ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ കുറച്ചുപേരെങ്കിലും വിചാരിക്കും. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനെ ഒരു കുഴപ്പമേ ഇല്ലാത്ത വിഷയമാണ്. പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകൾ ഇതുപോലെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി വലിയ കുഴപ്പമില്ലാതെ വെക്കാം എന്നുള്ളതിനേക്കാളും നമുക്ക് ആ സമയമൊക്കെ ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരിക്കും. ഇത് ആരംഭിക്കുന്നു മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. ഭാരതമെന്നാൽ പാരിനടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല, ജനകോടികൾ നമ്മെ കാപ്പായി മാറ്റിയ ജന്മഗൃഹമല്ലോ. അപ്പോ ഇതാണ് നമ്മുടെ ആദ്യത്തെ വർക്കൗട്ട്. ഇതിന്റെ പേരാണ് ബാർബൽ സ്ക്വാട്ട്. ഇതാണ് നമ്മുടെ നീതു ആശാൻ. വീഡിയോ എടുക്കുന്നത് കൊണ്ട് നമുക്കൊപ്പം കൂടിയതാണ്. കഴിഞ്ഞ് നമ്മുടെ സ്വന്തം അർച്ചന ചേച്ചി. വേണോന്നും പറഞ്ഞു നടിക്കാവോ? ഓ ആയിക്കോട്ടെ. വേണം 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 വേണം, എനിക്കിത് വേണം. നമ്മുടെ രണ്ട് ആശാന്മാർക്കും ഭയങ്കര ക്ഷമയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ജിമ്മിലൊക്കെ നിൽക്കുമ്പോൾ പിന്നെ ക്ഷമ ആവശ്യമാണല്ലോ എന്ന് നമ്മൾ പറഞ്ഞാലും നമ്മൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റ് വന്നാലോ അല്ലെങ്കിൽ നമുക്ക് ഒട്ടും ചെയ്യാൻ പറ്റാതെ വന്നാലോ ഒക്കെ നമ്മളെ ഒട്ടും തന്നെ മടുപ്പിക്കാതെ അവരത് കറക്റ്റ് ആയിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും എത്ര തവണ വേണോ അത് പറഞ്ഞു തരികയും ചെയ്യും. ശരിക്കും പറഞ്ഞാൽ നല്ല ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്ന രണ്ട് ആശാന്മാരെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അടുത്ത വർക്കൗട്ടിനെ പറ്റിയിട്ടാണ് നമ്മുടെ ആശാൻ ഈ പറയുന്നത്. പേര് ഹാക്ക് സ്ക്വാട്ട്. നമ്മൾ കാൽ എവിടെ വയ്ക്കണം, അതെങ്ങനെ വയ്ക്കണം, പിന്നെ ഈ വെച്ച കാല് നമുക്ക് തോന്നിയതുപോലെ എടുത്ത് മാറ്റി വെക്കരുത് എന്നൊക്കെയാണ് ആശാൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടി നമ്മുടെ കാല് താഴ്ന്നു വരണം. ആശാൻ എന്ന് കുറച്ച് വെയിറ്റ് കൂട്ടിയിട്ടത് കൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ട് നമ്മുടെ മുഖത്ത് കാണാനും പറ്റും. ഇതൊക്കെ ചെയ്തിട്ട് മെഷീനിൽ നിന്ന് ഇറങ്ങുമ്പോൾ വല്ലാത്തൊരു സുഖമാണ്. മുൻപെല്ലാം ഞാൻ ഈ റീൽസ് ഒക്കെ കാണുമ്പോൾ ചിന്തിക്കുമായിരുന്നു ഇതൊക്കെ ചുമ്മാ അടവ് കാണിക്കുന്നതാണോ എന്ന്. പക്ഷെ കാര്യത്തോട് അടുത്തപ്പോഴാണ് പിടികിട്ടിയത്. ഈ വർക്കൗട്ടിന്റെ പേര് ലെഗ് പ്രസ് എന്നാണ്. തൊട്ടു മുൻപ് ഹാക്ക് സ്ക്വാട്ട് ചെയ്തില്ലേ, ആ മെഷീൻ തന്നെയാണിത്. അത് നിന്നിട്ട് ചെയ്യണമെങ്കിൽ ഇത് കിടന്നിട്ട് ചെയ്യണമെന്ന് മാത്രം. ഇതുപോലെ നമ്മളിടുന്ന വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ജിമ്മിൽ പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും പോണമെന്നേ ഞാൻ പറയുള്ളൂ. കാരണം വേറെ ഒന്നുമല്ല, നമ്മളിപ്പോ ജീവിതത്തിൽ എത്രയോ സമയം ആവശ്യമില്ലാത്ത ഏണുകൾ എടുത്ത് തലയിൽ വെച്ച് സമയം കളയുന്നുണ്ട്. അപ്പൊ കുറച്ച് നല്ല കാര്യങ്ങളും കൂടി ചെയ്യുന്നത് വളരെ നല്ലതാണെന്നാണ് അല്പം വൈകി ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. കഴിഞ്ഞിട്ടില്ല രാമ. ഇത് ലെഗ് എക്സ്റ്റൻഷൻ. ഈ കാണിക്കുന്ന എക്സ്പ്രഷൻസ് ഒന്നും കള്ളത്തരമല്ല, നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ നിന്നും വരുന്നത് തന്നെയാണ്. നല്ല മഴയായതുകൊണ്ടായിരിക്കും തിരക്കൊന്നുമില്ല, നമുക്ക് നന്നായിട്ട് വീഡിയോസ് എടുക്കാനും പറ്റുന്നുണ്ടായിരുന്നു. എന്റെ ജിംനാസ്റ്റിക് ഭഗവാനെ എന്നെ കാത്തുകൊള്ളണമേ.
അപ്പൊ അടുത്ത വർക്കൗട്ട് പേര് ഫോർവേഡ് ലഞ്ചസ്. അപ്പൊ അതിനെ പറ്റിയിട്ട് നമുക്ക് ആശാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയാണ്. കാണുമ്പോൾ സിമ്പിൾ ആയിട്ട് തോന്നുമെങ്കിലും 2 കൈയിലും നമ്മൾ 7.5 കിലോ ഡമ്പലൊക്കെ എടുത്തിട്ടേ ഈ കാണുന്ന പോലെ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ ചിലപ്പോൾ പാം പിഴയുന്നത് പോലെയൊക്കെ പോകുന്നത് കാണാം. പിന്നെ ഈ വർക്കൗട്ടുകൾ ഒന്നും തന്നെ ഒരു തവണ ചെയ്ത് നിർത്താൻ പറ്റൂല. ഓരോ വർക്കൗട്ടും 15 തവണ വെച്ച് 3 സെറ്റ് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ 1-2 വർക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കിളി പോകും. എന്നാലും നമുക്ക് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് നല്ല മസിലുകൾ നൽകി സഹായിക്കുമാറാകണമേ. എന്റെ തലമുടി കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അല്പം പോലും വിയർത്തിട്ടില്ല. ഇത് സ്ഥിരം ഇങ്ങനെ തന്നെയാണ്. വരുന്നത് നമ്മുടെ ലാലേട്ടന്റെ ഹെയർ സ്റ്റൈലൊക്കെ പിടിച്ചിട്ടായിരിക്കും, പക്ഷെ പോകുന്നത് നമ്മുടെ ഭരത് ഗോപി സാറിന്റെ മുടി പോലെയൊക്കെയാണ്. അപ്പോൾ ഇത് നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വർക്കൗട്ടാണ്. ഇതിന്റെ പേരാണ് കാഫ്. കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ കുതിരപ്പുറത്തിരുന്ന് പോകുന്നത് പോലെ തോന്നും. ഇത് ചെയ്യുമ്പോൾ ഓരോ സെറ്റിലും വെയിറ്റ് മാറ്റിയിട്ട് നമ്മളെ കൊണ്ട് മാക്സിമം ചെയ്യിപ്പിക്കും. മുക്കി അടിക്കാവോ ഒന്ന്? നാളെ പറയണ്ട അങ്ങോട്ടോ. ആ കഴിഞ്ഞിട്ടില്ല രാമ, ഒന്നുകൂടെ ഉണ്ട് ബാക്കി. നമ്മളെ കൊണ്ട് പറ്റും, നമ്മളെ കൊണ്ടേ പറ്റും. അയ്യോ കരയില്ലടാ. നിനക്ക് ഗുരു ഉണ്ട് പോകൂടാ. ഇന്നത്തെ വർക്കൗട്ടുകൾ ഇത്രയൊക്കെയാണ്. ഒരു എക്സസൈസും ചെയ്യാതെ മടിച്ചിരുന്ന ഒരാളായിരുന്നു ഞാൻ. എന്തായാലും ഇതുപോലെ വ്യായാമം ഒക്കെ ചെയ്ത് തുടങ്ങിയതിൽ പിന്നെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ ഭയങ്കര ഒരു മാറ്റമാണ്. ജിമ്മിൽ വരാനായിട്ട് ആഗ്രഹിച്ചിട്ട് മടി പിടിച്ചിരിക്കുന്ന പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോകണം. നമുക്ക് പറ്റുന്ന പോലെയൊക്കെ ചെയ്താൽ മതി. പിന്നീട് എന്തായാലും നമുക്ക് നല്ല പുരോഗതി ഉണ്ടാവും. അതിനൊരു വലിയ ഉദാഹരണം തന്നെയാണ് ഞാൻ. അപ്പോ എന്റെ ഈ ജിം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂട് പോത്തൻകോട് റോഡിൽ വേളാവൂർ ജംഗ്ഷന് സമീപമായിട്ടാണ്. അപ്പോൾ ഇവിടെ അടുത്തുള്ളവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇങ്ങോട്ട് പോരെ. അടിപൊളി ട്രെയിനറാണ്. നിങ്ങൾ എന്ത് ഉദ്ദേശത്തോടു കൂടിയാണോ വരുന്നത് അത് ഉറപ്പായിട്ട് നടക്കും. എന്തായാലും അടുത്ത വീഡിയോയുമായി ഉടനെത്താം. അതുവരെ ശുഭദിനം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഇവനൊക്കെ എവിടുന്ന് വരുന്നടാ?